ഹലോ. ഞാൻ കുറച്ച് പണിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞു മാറ്റി. ഓക്കെ, അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ആമസോണിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്ത കുറച്ച് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ അത് വെച്ചിട്ടുണ്ട് ടേബിളിൻ്റെ പുറത്ത്. അപ്പോൾ ഞാനതിങ്ങനെ എടുത്ത് വയ്ക്കാൻ പോയപ്പോഴാണ് ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ വീഡിയോ ചെയ്താലോ. നമ്മൾ കുറച്ച് നാൾ മുന്നേ ഒക്കെ മന്ത്ലി ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിക്കുന്ന കുറച്ച് റെഗുലറായിട്ട് ചെയ്യാറില്ല, എന്നാലും എനിക്കിങ്ങനെ കുറച്ചൊരു കളക്ഷൻ പോലെ വരുമ്പോൾ കുറച്ച് കൂടുതൽ ഐറ്റംസൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനത് കാണിക്കാറുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് കുറച്ച് നാളായിട്ട് ഇപ്പോൾ കാണിക്കുന്നില്ല. ഞാനത് മനഃപൂർവ്വം നിർത്തിയതല്ല കേട്ടോ. അങ്ങനെ അങ്ങനെ എന്താ പറയുക, വീഡിയോ ചെയ്തില്ല എന്നേ ഉള്ളൂ. പക്ഷേ എന്നെ ഒന്ന് രണ്ട് പേര് ഓർമ്മിപ്പിച്ചു. ആ വീഡിയോസ് നല്ലതായിരുന്നു, യൂസ്ഫുൾ ആയിരുന്നു. ഇതുപോലെ വിട്ടുപോകുന്ന പ്രോഡക്റ്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക, അവർക്കത് ഇടയ്ക്ക് യൂസ്ഫുൾ ആകാറുണ്ട്. ഇങ്ങനെയുള്ള വീഡിയോസ് വരുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ്സ് കാണുമ്പോൾ അത് മറന്നു പോയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പലപ്പോഴും ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതെന്താ ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഓക്കെ, ഈ മാസം ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റ്സ് ഉണ്ട്, കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ലാപ്ടോപ്പ് ഒന്ന് മറക്കി വയ്ക്കട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് മന്ത്ലി ഷോപ്പിംഗ് ആണ് എൻ്റെ. ഓക്കെ, ഞാനിത് എല്ലാ മാസവും ചെയ്യാറുള്ളൊരു സംഭവമാണ്. എനിക്കിത് എന്താ പറയുക, ഈ ഒരു രീതിയിൽ ഷോപ്പ് ചെയ്യുന്നത് ഒരുപാട് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ട് മുന്നത്തേനേക്കാളും. കാരണം ഞാൻ എപ്പോഴും എനിക്ക് കഴിയുന്ന സാധനങ്ങൾ ഞാൻ നോട്ട് ചെയ്യാറുണ്ട്. എനിക്കത് പലപ്പോഴും യൂസ്ഫുള്ളായി വന്നിട്ടുണ്ട്. പണ്ടൊക്കെ എപ്പോഴേലുമൊക്കെ വാങ്ങിക്കാം, എന്തെങ്കിലും വാങ്ങിക്കാം, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ വേണമെന്നുള്ളതും വേണ്ടാത്തതും ഒക്കെ വാങ്ങിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഇങ്ങനെ പോകുമ്പോൾ അത് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ഒരുമിച്ച് വാങ്ങിക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം ഇപ്പോൾ ഓഫറൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് കുറച്ചധികം ഡിസ്കൗണ്ടിൽ കിട്ടും. ഇപ്പോൾ ആമസോണിൽ വാർഡ്രോബ് റിഫ്രഷ് സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു 50-80% ഡിസ്കൗണ്ട് അങ്ങനെയൊക്കെ ഈ ബ്യൂട്ടി ഫാഷൻ കാറ്റഗറിയിലൊക്കെ ഉണ്ട്. ഇതുപോലെ പല സെയിലുള്ള സമയത്തൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ, ഒരുമിച്ച് വാങ്ങിക്കുമ്പോൾ കൂടുതൽ ഡിസ്കൗണ്ട് ഓഫറൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ എന്താ പറയുക, ഒരു തവണ നമ്മളിതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എപ്പോഴും ഇത് എടുത്ത് നോക്കുകയോ, അല്ലെങ്കിൽ ഈ ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്ന ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ടൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ പുറകെ ഇരിക്കേണ്ട, ഒരുമിച്ച് നമ്മൾ ആ ലിസ്റ്റ് നോക്കുക, എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് അങ്ങ് ഷോപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. ടൈം സേവ് ചെയ്യാം, മണി സേവ് ചെയ്യാം. പിന്നെ എന്താ പറയുക, അങ്ങനെ ഒത്തിരി എനിക്ക് അത് വളരെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് ബുക്കുണ്ട്. ഞാൻ അതിൽ ഒരു മാസം തുടങ്ങുമ്പോൾ തന്നെ ഞാൻ അതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ആ മാസം വാങ്ങിക്കേണ്ട സംഭവങ്ങൾ കഴിഞ്ഞ മാസത്തെ ലിസ്റ്റ് നോക്കും. അതിലെല്ലാം കവർ ചെയ്തിട്ടുണ്ടോ, അതിലെന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ. അതിലെന്തെങ്കിലും പെൻഡിങ് ഉള്ളത് അർജൻ്റ് ആയിട്ടുള്ളതാണെങ്കിൽ അത് ഇതിലേക്ക് കോപ്പി ചെയ്യും, അത് ഇതിലേക്ക് എഴുതും, ഈ മാസത്തെ ലിസ്റ്റിൽ എഴുതിയിട്ട്. പിന്നെ അല്ലാണ്ട് അഡീഷണലായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് അത് എഴുതും. എന്നിട്ട് വാങ്ങിക്കാറാവുമ്പോൾ, ഷോപ്പ് ചെയ്യുന്ന ആ ഒരു ടൈം ആകുമ്പോൾ അതും ഞാൻ ഈ പറഞ്ഞ പോലെ നോക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. ഡിസ്കൗണ്ടും കാര്യങ്ങളും സെയിലും ഒക്കെ വരുന്ന സമയം നോക്കി. കാരണം നമുക്ക് കുറച്ച് കാശ് സേവ് ചെയ്യാൻ എത്രയായാലും അത് നല്ലതല്ലേ. അപ്പം അങ്ങനെ നോക്കിയിട്ടാണ് വാങ്ങിക്കാറ്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഷോപ്പ് ചെയ്യുന്നത്. കുറേ പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ നമുക്കറിയാം, കുറച്ച് നാൾ ചെയ്തു വരുമ്പോൾ അറിയാം എന്തൊക്കെയാണ് വേണ്ടത്. ചിലത് നമുക്ക് മന്ത്ലി വേണം എന്നുള്ളതുണ്ടാവും, എല്ലാ മാസവും വാങ്ങിക്കേണ്ട സംഭവങ്ങളുണ്ടാവും. ചിലത് നമുക്ക് 2 മാസത്തിലോ 3 മാസത്തിലോ ഒക്കെ ഒരിക്കൽ വാങ്ങിയാലും മതിയാവും. അങ്ങനെയൊക്കെയുള്ളതുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാനും പറ്റും. ഓക്കെ, എനിക്ക് തോന്നുന്നു ഓഫ്ലൈൻ ഷോപ്പ് ചെയ്യുമ്പോൾ കാണുന്നതും വേണ്ടാത്തതും വേണമെന്നുള്ളതും ഒക്കെ വാങ്ങിക്കും. ഓൺലൈനാകുമ്പോൾ ആ ഒരു പ്രശ്നമില്ല എന്ന് തോന്നുന്നു. ഇതുപോലെ ആ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പോയാൽ. ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ വാങ്ങിയതൊരു ഫേസ് വാഷാണ്. ഇതൊക്കെ ബേസിക് നീഡ്സിൽ വരുന്ന സംഭവമാണ്. ഓക്കെ, ഫേസ് വാഷൊക്കെ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതാണ്.
അപ്പോൾ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു പുതിയൊരു ഫേസ് വാഷ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടത്. പക്ഷേ റിവ്യൂ പറയാറായിട്ടില്ല. എന്നാലും ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ, ഡെർമാക്കോയുടെ ഫേസ് വാഷാണ്. കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ബ്രാൻഡ് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട്. ഡെർമാക്കോയുടെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷാണിത്. ഇതാണ് ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതുപോലെ അടുത്ത ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നത്, എനിക്ക് ഷാംപൂ കഴിയാറായി. ഞാൻ പറഞ്ഞില്ലേ, ചിലതൊക്കെ നമുക്ക് മന്ത്ലി വേണം. ഷാംപൂ ഒന്നും അങ്ങനെ മാസം തോറും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നാളായി ഞാൻ വാങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ ഷാംപൂ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്തത് ഈ ഒരു മെട്രിക്സിൻ്റെ ഈ ഒരു ഷാംപൂ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇതാണിപ്പോൾ വാങ്ങിയത്. യൂസ് ചെയ്ത് നോക്കിയതേ ഇല്ല കേട്ടോ. ഈ ഫേസ് വാഷ് ഞാൻ കുറച്ച് ദിവസമായി, പക്ഷേ ഇതിപ്പോൾ പുതിയത് വന്നിരുന്നു. ഇത് ഞാൻ യൂസ് ചെയ്തില്ല. എങ്ങനെയാണെന്നുള്ളത് യൂസ് ചെയ്തിട്ട് പറയാം. മെട്രിക്സിൻ്റെ ഇതൊരു കെമിക്കലി ട്രീറ്റഡ് ഹെയറിനും എല്ലാ ഹെയറിനും യൂസ് ചെയ്യാം. ഈവൻ കെമിക്കലി ട്രീറ്റഡ് ഹെയറിനും സേഫായിട്ട് യൂസ് ചെയ്യാവുന്ന ഷാംപൂ ആണ് ഇവരുടെ. ഓക്കെ, എന്തായാലും യൂസ് ചെയ്തിട്ട് പറയാം കേട്ടോ. ഷാംപൂ മാത്രമേ വാങ്ങിയുള്ളൂ, കാരണം കണ്ടീഷണർ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. പിന്നെ ഒരു സിറം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ അവരുടെ കുറേ ഞാനിപ്പോൾ കണ്ടു കുറേ പ്രോഡക്റ്റ്സ് ഇങ്ങനെ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ട്രൈ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഈ ഒരു ഹെയർ സിറം ഞാൻ നോക്കിയപ്പോൾ കുറച്ച് നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിത് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചതൊരു ആർഗൻ ഓയിൽ ആൻഡ് ലാവൻഡർ ഹെയർ സിറമാണ്. ഓക്കെ, ആ ഒരു സ്മെല്ലൊക്കെ ഓക്കെയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ, ഞാനിങ്ങനെ യൂസ് ചെയ്ത് നോക്കിയില്ല. എന്തായാലും ഞാനത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. കാരണം ഇതിൽ നാച്ചുറൽ ആർഗൻ ഓയിലാണ്, അതുപോലെ ക്രുവൽറ്റി ഫ്രീ, വീഗൻ, പാരബൻസ് ഇല്ല, ഡൈസ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ കെമിക്കൽസൊക്കെ കുറവായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നല്ലതാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. എന്താണെന്നുള്ളത് ഞാൻ യൂസ് ചെയ്തിട്ട് പറയാം. 400 റുപ്പീസാണ്, പക്ഷേ നിങ്ങൾക്ക് ഓഫറിൽ ഉണ്ടാവും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും, ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയത് ഈ ഒരു ലിപ് ബാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ. ലിപ് ബാമൊക്കെ വിൻ്റർ സീസണാണ്, അപ്പോൾ ശരിക്കും ഒരു വിൻ്റർ ഷോപ്പിംഗ് എന്ന് പറയാം വേണമെങ്കിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ലിപ് ബാമൊക്കെ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ ലിപ് ബാം വാങ്ങിയത്. ഇതുണ്ട്. പിന്നെ ഇതടുത്തത് എനിക്ക് ഒരുപാട് എന്താ പറയുക, ഞാൻ യൂസ് ചെയ്യുന്ന എപ്പോഴും റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ ഒരു നമ്മുടെ ഗാർണിയറിൻ്റെ മൈസെല്ലാർ വാട്ടർ. ഓക്കെ, എനിക്ക് ഇതാണ് കുറച്ചുകൂടി ഇഷ്ടം കേട്ടോ. മറ്റേ പ്ലെയിൻ അതിനേക്കാളും ഈ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ളത്. ഓയിൽ ബേസ്ഡ് ആണ്, അതാണ് ഇങ്ങനെ വേണ്ടത്. ഓയിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് വേണം നമ്മൾ, എന്നാലേ ആ ഒരു കംപ്ലീറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഓക്കെ, അതുകൊണ്ട് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുക. നല്ല ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. വാട്ടർ പ്രൂഫ് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് നല്ലതാണ്. എനിക്ക് എപ്പോഴും കഴിയുന്ന ഒരെണ്ണമാണ്. അപ്പോൾ ഇത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത്തവണ കുറച്ച് പെർഫ്യൂമും ബോഡി മിസ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഇത് പ്ലമ്മിൻ്റെ ആണ്. അല്ലാണ്ട് വേറെയും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, മീൻസ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടിയിട്ടൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. നമ്മൾ പെർഫ്യൂംസിൻ്റെ അങ്ങനെ ബോഡി മിസ്റ്റൊന്നും ഒരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഈസിലി കിട്ടുന്ന ഇന്ത്യൻ ബ്രാൻഡ്സ് അങ്ങനെയൊക്കെ ഉള്ളത് നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 2 എണ്ണം ഉണ്ട് കേട്ടോ. അത് ഞാൻ നേരത്തെ യൂസ് ചെയ്യുന്നതും ഉണ്ട്. അപ്പം അത് ചിലപ്പോൾ ഈ വീഡിയോയ്ക്ക് മുന്നേ വരും കേട്ടോ. പിന്നെ ഇത് ഞാൻ കുറച്ച് നാളായിട്ട് കാട്ടിലിട്ട് വെച്ചിരുന്നതാണ് ഒരു നെയിൽ പോളിഷ്. ഇതൊരു ജെൽ നെയിൽ പോളിഷാണ്, ഗ്ലിറ്ററി നെയിൽ പോളിഷാണ് കേട്ടോ. ഇത് വന്നിട്ട് DeBelle എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. ഞാൻ ഇതാണിപ്പോൾ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാവോന്ന് അറിയില്ല കേട്ടോ. ഇതാണ് ഞാൻ ഇട്ടിട്ടുള്ളത്, ഈ ഒരു നെയിൽ പോളിഷ്. 2 കോട്ട് ഇട്ടിട്ടുണ്ട്. പറഞ്ഞ പോലെ ഷിമ്മറി നെയിൽ പോളിഷാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടൊരു 220 ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഒരെണ്ണത്തിന്. കുറച്ച് പ്രൈസിയാണ്, കുറച്ച് കത്തിയാണ്. ഓക്കെ, പക്ഷേ എനിക്കിഷ്ടമായി. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഒരു കുട്ടി ഷോപ്പിംഗ് ആണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മന്ത്ലി വാങ്ങുമ്പോൾ നമുക്ക് അങ്ങനെ ആവശ്യമുള്ളത് മാത്രം നോക്കി വാങ്ങിയാൽ മതിയല്ലോ, കഴിയാറാവുന്നത് നോക്കി അങ്ങനെ മതിയാവും. ഓക്കെ,
എന്തായാലും ഇന്നത്തെ കാണിച്ച പ്രോഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ചെക്ക് ചെയ്ത് നോക്കാം. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.